വർക്ക്ഷോപ്പിലാ? ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ നൈറ്റ് പണിയുണ്ടായിരുന്നു. വിളിച്ചു പറയണ്ടേ? പോയി റോസ് ചേച്ചി എന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, റൊണാൾഡോ ചേച്ചനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. അത് ആ വർക്ക്ഷോപ്പിന്റെ ചില ഭാഗത്ത് വെച്ച് അവിടെ റേഞ്ച് ഒന്നുമില്ല, പിന്നെ ബാറ്ററി ചാർജും കുറഞ്ഞു. അപ്പൊ റേഞ്ച് ഉള്ളടുത്ത് പോയി നിന്ന് കാര്യം പറയണ്ടേ? രാവിലെ വിളിച്ചു പറയുമല്ലോ. കൊള്ളാം. ഈ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു സമാധാനം വേണ്ടേ ചേച്ചാ? ഞാൻ ഡേ നൈറ്റ് പണിയുന്ന ഒരു മെക്കാനിക്കാണ്. അപ്പൊ ഇതേപോലെ പല പല ഭാഗങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ മൊബൈൽ എടുക്കാതെ വരും. അത് മനസ്സിലാക്കണം ഭാര്യ. ഉദാഹരണത്തിന് ഞാൻ ഒരു പട്ടാളത്തിലായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തേ, ബോർഡറിൽ പോയിരിക്കുമ്പോൾ തോക്കും പിടിച്ചോണ്ട് നിന്ന് അടി റോസ്മേരി പറയടി എന്തുകൊണ്ട് ഉമ്മ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പച്ചമ്പി പോയോ? പച്ചമ്പിയൊക്കെ എപ്പോഴേ പോയി. തങ്കച്ചേട്ടത്തില്ലേ അവിടെ? ചേച്ചി മീറ്റിങ്ങിന് പോകാനായിട്ട് റെഡി ആവുന്നുണ്ടായിരുന്നു. പഞ്ചായത്തിലോ? എന്തായാലും വന്നല്ലേ, എന്നൊന്ന് ഡാൻസ് ക്ലാസ്സിലുണ്ടോ? കള്ളു കുടിച്ചിട്ടുണ്ടോ? അത് ഇന്നലെ രാത്രിയില് വർക്ക്ഷോപ്പിൽ. അപ്പൊ ഇന്നലെ രാത്രി പണിയല്ലായിരുന്നു, പരിപാടിയായിരുന്നു. അല്ലെന്ന് അച്ചേച്ചാ കള്ളത്തരം പറയരുത്. മാതാവാണ് അവിടെ വണ്ടി പണിക്കുന്ന ഒരുത്ത വന്നപ്പോഴത്തെ നൈറ്റ് ഇരുന്ന് പണിയല്ലേ. അപ്പൊ ഒരു ഉന്മേഷത്തിന് വേണ്ടി ഒരു ചെറുതെടുത്ത് കഴിച്ചു. ഇന്നലെ റോസ് ചേച്ചി ഇപ്പൊ തന്നെ അതുടനെ വിളിച്ച് പറയേണ്ട കാര്യം അവക്കറിയാം ഞാൻ കഴിക്കുന്ന കാര്യം. പിന്നെന്തുവാ? ഞാൻ തനിയെ പൊക്കോളാം. ഞാൻ എന്തിന് കെട്ടിറങ്ങിയിട്ടില്ലേ? പോയി കുളിച്ചോ എല്ലാം കഴിക്കാൻ നോക്കൂ. ചെല്ലേ പോ. കുളിയൊക്കെ പിന്നെ ചെന്ന് എല്ലാം കഴിക്കുക, കിടന്നു ഉറങ്ങാം. കഴിച്ചില്ലേലും കുഴപ്പമില്ല. ഞാൻ നടന്നു പൊക്കോളാം. പല പോലീസ് പിടിക്കും മനുഷ്യ. പോടുന്നു. ഞാൻ തനിയെ പൊക്കോളാം. നിങ്ങളുടെ കർത്താവ് ഇവിടുത്തെ DGP ആയിട്ടിരിക്കുമ്പോ ഏത് പോലീസ്? വേണ്ട, ഞാൻ തനിയെ പൊക്കോളാം. പിന്നെ അവിടുത്തെ ടീച്ചർക്ക് എന്താ വണ്ടി പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അവര് ആ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ പോണു, എന്നിട്ട് വേറെ വണ്ടി എടുക്കാൻ പോണു. എന്റെ കൊട്ടേഷൻ എനിക്ക് പിടിച്ചാൽ അതാകുമ്പോ എനിക്ക് ഷോറൂമിൽ നിന്ന് കമ്മീഷൻ കിട്ടും. അയ്യേ, അതിനെന്തിനാ ഏജന്റ്? അത് ഷോറൂമിലല്ലേ കൊടുക്കുന്നത്? ഷോറൂമിൽ പഴയ വണ്ടി കൊടുക്കും, എന്നിട്ട് ബാക്കി പൈസയും കൂടെ കൊടുക്കുമ്പോ പുതിയ വണ്ടി തരും. അത് എന്റെ കെയർ ചെല്ലുമ്പോ ഷോറൂമിൽ നിന്ന് എനിക്ക് കമ്മീഷൻ കിട്ടും. അത് ഞാൻ എങ്ങനെ പറയുക ചേച്ചാ? ഞാൻ പറഞ്ഞ കാര്യം ചേച്ചൻ അവർക്ക് ചെയ്തു കൊടുത്തില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ അവരുടെ വണ്ടി ഒന്ന് ശരിയാക്കി. 2 പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയപ്പോ അവരുടെ വീട് അടച്ചിട്ടേക്കുമായിരുന്നു. ഞാൻ അവിടെ കിടന്ന് വിളിയോട് വിളി, ഒരാൾ വരാതെ. ചേച്ചന് മടി ആയതുകൊണ്ട് അവരില്ലാത്ത ദിവസം നോക്കി ചെല്ലും. അത് തന്നെ കാര്യം. ഇയാൾ പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി ഞാൻ അവരുടെ വീട്ടിൽ പോയതാണോ? അതെന്ന് ഞാൻ പറഞ്ഞ ദിവസമാണ് അച്ഛൻ ചെന്നത്. ഞാൻ പറയാത്ത ദിവസമല്ലേ ചെന്നത്? അത് എപ്പ ചെന്നാലും വണ്ടി അവർക്ക് ഉത്തരവാദിത്തമില്ല. അപ്പൊ കണക്കായി പോയി. അവര് എന്താണ് അടുത്ത ദിവസം കണ്ടും കൊടുക്കുമെന്ന് തോന്നുന്നു. ഒന്ന് സംസാരിച്ചു നോക്ക്. കമ്മീഷൻ കിട്ടും 50-50. എനിക്ക് 50-50 വേണ്ട. പോ. ഈ പൈസ കിട്ടിയ 2 കുഞ്ഞുങ്ങളുടെ വയറ്റിലേക്കാണ് പോണത്, മറന്നു പോരുത്. ഓ എല്ലാം കുഞ്ഞുങ്ങളുടെ വയറ്റിലോട്ട് തന്നെയാണല്ലോ പോണത്. താഴോട്ട് ചെല്ലുമ്പോ അവിടുത്തെ പെണ്ണുമ്പിളുടെ പ്രകടനം കാണണം. ഹലോ, വീട്ടിലുണ്ട്. ഞാൻ ഇല്ലില്ല, ഞാൻ എന്താ പഞ്ചായത്തിൽ പോണ്. അത് 50 വയസ്സിന് മേളിലുള്ളവർക്ക് കൊട വിതരണം സൗജന്യം. അയ്യോ വേണ്ട. പിന്നെ സെലിബ്രിറ്റികളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ കൊട വിതരണം. ഇപ്പം അവർക്കൊരു സെലിബ്രിറ്റി ഉണ്ട്, തങ്കം ക്ലീറ്റസ്. നിങ്ങൾക്ക് അങ്ങനെ വർക്ക് പിടിച്ചു തന്നിട്ട്, പഞ്ചായത്തിൻ്റെ വർക്ക് നിങ്ങൾക്ക് പിടിച്ചു തന്നിട്ട് എനിക്ക് എന്താ ലാഭം? കമ്മീഷൻ തരുവാണെങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കാം. അങ്ങനെയൊക്കെ പറ. കമ്മീഷനൊക്കെ നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കമ്മീഷൻ മേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വർക്ക് പിടിച്ചു തരുമ്പോൾ നമുക്ക് കമ്മീഷൻ വേണം. ശരി. അവൻ എവിടെ കിടന്ന് ഉറങ്ങണ്ട്, ഇനി ഉച്ച കഴിഞ്ഞിട്ടേ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നു. ശരി, എന്നാ വെച്ചോ, തിരക്കുണ്ട് എനിക്ക്. തങ്കം. സുൽ ചേച്ചി എന്തായി? തങ്കം എവിടെ പോ? പഞ്ചായത്തിൽ പോണ ചേച്ചി. ഓർഡർ ഉണ്ടാവത്ത്. എന്തുപറ്റി മുഖം വല്ലാതിരിക്കണ? വയ്യേ? തമ്പിച്ചേട്ടന്റെ കുഞ്ഞമ്മ സുഖമില്ലാതെ ICU കിടക്കണം. അയ്യോ, ഇന്നാളിവിടെ വന്നതാ? ദൈവമേ, പോണില്ലേ? എന്നിട്ട് പോണം. എന്നാ പോയിട്ട് വാ. പിന്നെ തങ്കത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം തന്നില്ലേ 4000 രൂപ, തിരിച്ചു തരാൻ കാണുമോ? അയ്യോ, ഇപ്പൊ പെട്ടെന്ന് വെച്ചാ എന്റെ അടുത്ത് എവിടുന്ന ചേച്ചി? അല്ല, തമ്പിച്ചേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞു പോകുമ്പോ പൈസ വല്ലതും കൊണ്ടുപോകണമെന്ന്. ദൈവമേ, നേരത്തെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാറുണ്ട്. എന്റെ അടുത്ത് 10-200 രൂപയുള്ളൂ. എവിടുന്നെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ ചേച്ചി? ഈ വഴി ഇറങ്ങുവാണോ? അല്ല, ഞാൻ വീട്ടിൽ പോയിട്ടേ വരുള്ളൂ. എന്നൊരു 10
10-20 മിനിറ്റിനുള്ളിൽ വാ, ഞാൻ എവിടെ പൈസ റെഡിയാക്കി വെക്കാം. പോകുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, സാരമില്ല. പൈസ തരാൻ, ടെൻഷൻ ആവണ്ട. ഹലോ, ഞാൻ ഇറങ്ങുവാ. ഹലോ ക്ലീറ്റോ, എവിടെയാ? അപ്പൊ ട്രെയിനിന്റെ ഒച്ച കേൾക്കണില്ലല്ലോ. AC-ലൊക്കെ പോകാനുള്ള കാശുണ്ടോ നിങ്ങളുടെ കയ്യില്? പിന്നെ ഒരു 4000 രൂപ അയച്ചു തരുമോ? സുലി ചേച്ചിക്ക് കൊടുക്കാനുള്ളതാ ഞാൻ മേടിച്ചത്. ഇപ്പൊ എന്തിനാ ഞാൻ മേടിച്ചതെന്നുള്ള കണക്കും വിവരമൊക്കെ ഞാൻ പറയണം. 4000 രൂപ അയച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? പൈസ ആയിട്ട് നിങ്ങൾ വരുമ്പോ തന്നാ പോരാ. പൈസ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരുടെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് അയക്ക്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. വെച്ചോ. എന്തൊരു കഷ്ടം ദൈവമേ. ഇവളിത് എവിടെ പോയി കിടക്കുന്നു? ഡാൻസ് ക്ലാസ് ആയിരിക്കും. കനകനെ വിളിച്ചാലോ? ഏട്ട വല്ലതും പറയുന്ന എന്ന് കയ്യരക്കാന നേരം. റൊണാൾഡേ, എടാ റൊണാൾഡേ. മോനെ, എടാ റൊണാൾഡേ, എടാ ഒന്ന് നോക്കിയടാ. ഞാൻ വന്ന് കേറിയപ്പോഴേ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞ എന്നെ ശല്യം ചെയ്യല്ലേ, ഇന്ന് ദിവസം എന്നെ വിളിച്ചേക്കല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചാൻ പറയണോ? ഇന്നത്തെ ദിവസം ഞാൻ വിളിക്കൂല. നീ ഒന്ന് നോക്കിക്കേ. എന്റെ പൊന്ന് തങ്കച്ചേട്ടൻ, നിങ്ങളെ കെട്ടുവരാണ് നിങ്ങളിങ്ങനെ ഒന്ന് ശല്യം ചെയ്യും. ഞാനൊരു മനുഷ്യനാണ്. എടാ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കനകനും ഉണ്ടാവൂല, ക്ലീറ്റോയും ഉണ്ടാവൂല, എനിക്ക് നീയല്ലേ ഉണ്ടാവുള്ളൂ. വാ. സോപ്പിടാൻ നിങ്ങളെ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറൊരാളുള്ളൂ. ഇത് സോപ്പിട്ട് നല്ലത്. ഞാൻ സത്യം പറഞ്ഞതാണ്. എന്ത് സത്യം? എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എന്റെ കയ്യിൽ 10 പൈസ എടുക്കാൻ എനിക്ക് ആരോഗ്യപരമായിട്ട് എനിക്ക് കാര്യം ചെയ്യാനും പറ്റുന്നത്. പൈസ എനിക്ക് വേണ്ട, പക്ഷെ നിന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്തോ? തങ്കം ചേച്ചിയുടെ ഒരു കുഞ്ഞു ജിമിക്കി അതൊന്ന് കൊണ്ടുവന്ന് ആ പണയം വെപ്പിച്ചിട്ട് ഒരു 4000 രൂപ നീ എനിക്ക് എടുത്തുകൊണ്ട് തരണം. ഈ എന്നോട് വന്ന് ഈ കെഞ്ചിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പോയി റോഡിൽ പോയി ആ കടയിൽ പോയി ഇത് വെച്ചാ പോരാ. എന്റെ പൊന്ന് തങ്ക. അല്ല കിടക്കല്ലേ, ഞാൻ പറഞ്ഞു തീർന്നില്ല. അങ്ങനെ എനിക്ക് പോവാൻ പറ്റാത്തത് കൊണ്ടല്ല. എന്താണെന്നറിയാമോ, നിന്റെ അടുത്താവുമ്പോഴത്തേനും നീ ഇന്നലെ വണ്ടിയും കൊണ്ടല്ലേ വന്നത്. ആ വണ്ടി ഇരിപ്പുണ്ട്. ആ വണ്ടിക്ക് നിനക്ക് ദേ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ്റും. ഞാൻ അങ്ങനെയാണോ? ഞാൻ ഇവിടുന്ന് ഓടിപ്പാഞ്ഞ് അവിടെ ചെന്ന് ആ പൈസയും കൊണ്ട് തിരിച്ചിവിടെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പഞ്ചായത്തിൽ പോയി എത്ര സമയം എടുക്കും. എനിക്കിവിടെയാണ് കുറച്ച് പണിയുമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എളുപ്പകാലത്ത് എന്തിനാ ഇപ്പൊ പൈസ ആവശ്യം? അതാണല്ലേ കുഴപ്പം. നമ്മൾ ഞാനൊരു 4000 രൂപ നമ്മുടെ സുലിച്ചേച്ചിയുടെ അടുത്ത് നിന്ന് മേടിച്ചായിരുന്നു. ഇപ്പൊ ദേ തമ്പിയണ്ണന്റെ അമ്മയ്ക്ക് വയ്യ, അത്യാവശ്യമായിട്ട് പൈസയും മേടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് തമ്പിയണ്ണൻ വിളിച്ച് സുലിച്ചേച്ചിനോട് പറഞ്ഞേക്കുന്ന. സുലിച്ചേച്ചി ഇപ്പൊ വന്നേക്കുവാ. അവരോട് വൈകിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ തീരാന്ന കാര്യമല്ലേ? ആ വൈകിട്ട് കൊടുക്കാനായിട്ട് വേണ്ടേ? വൈകിട്ട് പറ്റില്ല, അവർക്ക് ഇത് കിട്ടിയിട്ട് വേണം അങ്ങോട്ട് പോവാനായിട്ട്. നമ്മളൊരു കാലത്ത് സഹായിച്ചതല്ലേടാ, നിന്നെ എന്തോരം സഹായിച്ചിട്ടുണ്ടടാ. ഒന്ന് വാ. ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അതെ, അത് കഴിഞ്ഞിട്ട് നീ വന്ന് കിടന്നോ. പിന്നെ ഞാൻ ഒരു കാര്യത്തിന് ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ ഞാൻ കുളിച്ചിട്ടില്ല, ബാത്റൂമിൽ പോയിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, ഒരു കാര്യം ചെയ്ത് എല്ലാ ദിവസവും കുളിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ വന്നേ. ബാ 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 ബാ.
വർക്ക്ഷോപ്പിന്റെ കരിയൂലടക്കെങ്ങാനും കിടന്നു. എന്റെ റൊണാൾഡോ ഒന്ന് അനങ്ങി വരുന്നുണ്ടാ. ഹലോ സുൽ ചേച്ചി. ആ അല്ലല്ല പൈസ കിട്ടിയില്ല. ഞാനേ ഒന്ന് കമ്മലൊന്ന് പണയം വെച്ചിട്ട് ചേച്ചിക്ക് ഇപ്പൊ അത്യാവശ്യം പൈസ തരാം. ഞാൻ ക്ലീറ്റോനോട് ചോദിച്ചപ്പോ ക്ലീറ്റോന്റെ കയ്യിൽ പൈസ ആയിട്ടാ ഇരിക്കുന്നത്. ആ അത് കുഴപ്പമില്ല, ക്ലീറ്റോ വരുമ്പത്തേന് പൈസ തരും. ആ ശരി ശരി. അപ്പൊ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാക്കി. റൊണാൾഡിനെ ഞാൻ വിട്ടിട്ട് കമ്മൽ പണയം വെച്ച് അവൻ പൈസ കൊണ്ടുവരും. എനിക്ക് ഇവിടെ ഇച്ചിരി കാര്യം കൂടി ചെയ്യാനുണ്ട്. ആ എന്നിട്ട് ചേച്ചി വന്ന് പൈസ എന്നിട്ട് ഞാൻ പോവുള്ളൂ. ശരി ശരി ശരി. എഴുന്നേറ്റ് പോകാൻ. എനിക്കൊന്ന് കക്കൂസി പോണം. കക്കൂസി പോണാണ് ഇപ്പൊ അത്യാവശ്യം. റൊണാൾഡോ ആ ചേച്ചിക്ക് അത്യാവശ്യം. ആ ചേട്ടന്റെ അമ്മയ്ക്ക് എന്തോ വയ്യാതെ കിടക്കണ, പൈസ കൊണ്ട് കൊടുത്തിട്ട് വേണം. എനിക്കും പോണം. എവിടെ? എനിക്ക് പഞ്ചായത്തിൽ പോണം. എന്നാ പിന്നെ ആ വഴിക്ക് അതങ്ങ് വെച്ച് കൊടുത്താ പോരെ? ആ വഴിക്ക് വെക്കാനായിട്ട് എനിക്ക് ഇപ്പൊ ഇറങ്ങാൻ പറ്റൂല. എനിക്ക് ഇവിടെ ഇച്ചിരി പണിയുണ്ട്. ഒരു ചായ. എടാ ചായ ഇടണോടാ ഇനി. 5 കക്കൂസി പോകേണ്ടി വരും. എടാ ഒന്ന് പോടിപ്പോയി കൊടുത്തിട്ട് പാടാ നീ. ഇച്ചിരി കഷ്ടമാണ് പെണ്ണുമുള്ള. രാത്രി നിന്ന് കഷ്ടപ്പെട്ടിട്ട് വന്നു. ഞാൻ മുൻകൂർ ജാമ്യം എടുത്തല്ലേ എന്നെ ശല്യം ചെയ്യല്. എന്നും കുന്നും ഒന്നും കഷ്ടപ്പെടാനില്ലല്ലോ, വല്ല കാലത്തും അല്ലേ. എന്തിനാ ആണ്ടിൽ ഒരിക്കൽ ഇതേപോലെ ഒരൊറ്റ ദിവസം മതിയല്ലോ. എന്തൊരു മണം. എന്റെ ദൈവമേ, എന്റെ ചിക്കൻ കറി. എടാ പോയി വെച്ചിട്ട് വരാൻ. ദൈവമേ. ഹലോ ശശിയണ്ണ. ഇല്ലില്ല ഞാൻ ഇറങ്ങിയില്ല. ഞാനേ ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ രാവിലെ ഒരു ഇച്ചിരി തലവേദന കേസുകൾ വന്നു. ആ റൊണാൾഡോന്റെ വഴിക്ക് പറഞ്ഞു വിട്ടേക്കുന്നു. അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. ഓ അയ്യോ അതെന്തു പറ്റി? പിള്ളേരുടെ കൂടെയോ? എന്റെ ദൈവമേ, അതെങ്ങനെ മാറിപ്പോയി? മാറിപ്പോയി. അതെ, ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ആ ഞാൻ വേഗം വരാം. സമയമില്ലാത്ത നേരത്തെ ഒരു സാധനം കൊടുത്തു വിട്ടിട്ട് അവനാ പോയേക്കുന്നവൻ. നീ ഇത് കൊണ്ട് വെച്ചിട്ട് അത് ഇവിടെ കൊണ്ട് തന്ന് അരമണിക്കൂർ എന്നുള്ള 1 മണിക്കൂറാവും. ഇവൻ ഇവിടെ ഇങ്ങനെ പോകുമ്പോ ഈ ഫോൺ എടുത്തിട്ട് പോയിക്കൂടെ? ദൈവമേ, എന്റെ ദൈവമേ, ആ വരവിന്റെ കമ്മല് കൊണ്ടൊന്ന് ചെറുത്താൻ പിടിച്ചത് പണയം വെക്കുവോ? ചെറുക്കനെ ഓടിയോ? ലില്ലി, നിന്നെ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നേ. പിന്നെ റൊണാൾഡോ വഴിയിലെങ്ങാനും ഉണ്ടോന്നൊന്ന് നോക്കുവോ? നീ ഇറങ്ങി അവിടുന്ന്. ഒരബദ്ധം പറ്റി. ഞാൻ എന്റെ കമ്മലൊന്ന് അവന്റെ കയ്യിൽ പണയം വെക്കാൻ വേണ്ടി കൊടുത്തു. റൊണാൾഡിന്റെ കയ്യില് അവൻ എടുത്തോണ്ട് പോയത് വരവിന്റെ കമ്മലാ. ആ ഒന്ന് നോക്ക്. കണ്ടില്ലെങ്കിൽ നീ വേഗം ഇങ്ങോട്ട് വാ. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. ആ ചെറുക്കൻ ഇന്ന് പോലീസ് പിടിച്ചിട്ട് പോവും. ശരി ശരി. നടരാജൻ ചേട്ടാ എവിടെ പോയി? ഞാൻ ഇവിടെ ബസ് നോക്കാൻ പറ്റും കച്ചവടത്തിന്. റൊണാൾഡോ ചേച്ചനെ കണ്ടായിരുന്ന? കുറച്ച് നേരത്തെ കവലയ്ക്ക് കൂടെ ബൈക്കിൽ പോകുന്നുണ്ട്. ആണോ? ആരുണ്ടായിരുന്നു കൂടെ? കൂടെ ആരുണ്ട്? ഒറ്റയ്ക്ക്. ആണോ?
പിന്നെ കാണുവാണെങ്കിലേ വീട്ടിലോട്ട് ഒന്ന് അത്യാവശ്യമായിട്ട് വരാൻ പറയോ? ഞാൻ റൊണാൾഡോയിൽ പിടക്കത്തില്ല. അയ്യോ എന്തോ പറ്റി? ഞാൻ ജോലിക്ക് പോകാത്തതുകൊണ്ട് മുത്തുലക്ഷ്മി ഏതോ നുണ പറഞ്ഞു കൊടുത്തു. എന്ത് പറഞ്ഞു കൊടുത്ത്? ജോലിക്ക് പോകത്തില്ല. ജോലി പോകുന്നില്ല. അതൊന്നും നുണയല്ലല്ലോ, സത്യമല്ലേ? കാണുവാണെങ്കിൽ പറയോന്ന് വീട്ടിലോട്ട് വരാൻ? ഞാൻ പറയാം. കുട്ടികളെ ഡാൻസ് സ്കൂളിലേക്ക് ഞാൻ കൊണ്ടുവന്നാൽ കമ്മീഷൻ തരുമോ? റൊണാൾഡോ അച്ചാച്ചനെ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് വീട്ടിലോട്ട് വിടുവാണെങ്കിൽ അതിന് ഞാൻ നല്ല കമ്മീഷൻ തരാം. എങ്ങനെയെങ്കിലും തപ്പി പിടിച്ച വീട്ടിലേക്ക് കൊണ്ടെത്തിക്കും. ഏത് നേരണം കെട്ട നേരത്താണോ ഇങ്ങനെ തോന്നിയത്? കൊണ്ടുവച്ചാ മതിയായിരുന്നു ഞാൻ തന്നെ. ക്ലീറ്റ് വന്ന മനുഷ്യൻ എന്നെ കൊല്ലും. എന്റെ ദൈവമേ. തങ്കം വാ, സുചേച്ചി പോവാണോ? എന്റെ സുചേച്ചി ഒരു അബദ്ധം പറ്റി ചേച്ചി. ചേച്ചിക്ക് പൈസ തരണ്ടേ? എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ലായിരുന്നു. ഞാനപ്പോ എന്നാ ഇവിടെ എന്റെ 2 ചെറിയ കമ്മലിരിപ്പുണ്ടായി, അതെടുത്ത് റൊണാൾഡിന്റെ കയ്യിൽ കൊടുക്കാൻ പണയം വെക്കാന്നും പറഞ്ഞിട്ടേ ആ പൈസ തരാന്ന് വിചാരിച്ച് എന്റെ കണ്ണ് തെറ്റിയ നേരത്തിന് ആ മേശപ്പുറത്ത് നിന്ന് വെച്ച വരവിന്റെ കമ്മലെടുത്തിട്ടുണ്ടാവാൻ പോയത് പണയം വെക്കാൻ. ദൈവമേ, അപ്പൊ പൈസ കിട്ടൂല. അത് മാത്രമാണ്, ഈ ചെറുക്കനെ പോലീസ് പിടിക്കൂലേ? അപ്പൊ എന്റെ പൈസ തങ്കം? ചേച്ചിയുടെ പൈസ അല്ലേ? ചേച്ചിയുടെ പൈസയാണ് ഇപ്പൊ പ്രശ്നം. തമ്പിച്ചേട്ടനും ഇപ്പം വിളിച്ചായിരുന്നു. തമ്പിച്ചേട്ടൻ അറിഞ്ഞത്? അതല്ല, തമ്പിച്ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നു. തങ്കം ഒരു കാര്യം ചെയ്യും, റൊണാൾഡോ ഒന്ന് വിളിച്ചിങ്ങ് വരാൻ പറ. അതല്ലേ റൊണാൾഡിനെ വിളിച്ചു. റൊണാൾഡിന്റെ ഫോൺ അവിടെ ഇരിക്കുന്നത്, വീട്ടിൽ നിന്ന് എടുക്കാതെ ചെറുക്കൻ പോയേക്കുന്നത്. എന്റെ പൈസ ഇനി എന്ത് ചെയ്യും? എന്റെ ചേച്ചി ഇതേ വരുന്നുണ്ട്. ഇവിടെ മതി കേട്ടാ, മതി. തങ്കം, അത് ലില്ലിയല്ലേ? റൊണാൾഡോ അല്ലേ പോയെന്ന് പറഞ്ഞു? പോയത് റൊണാൾഡോ, ഇത് ലില്ലി. പൈസ എന്തായി ലില്ലി വല്ലതും അറിഞ്ഞാ? ഞാൻ കണ്ടൊന്നുമില്ല. കണ്ടില്ലേ? ചേട്ടൻ പറഞ്ഞു റോഡിൽ കൂടെ ബൈക്കിൽ കയറി പോണുണ്ടെന്ന്. ചേടാ, ഇത് എന്ത് ചെയ്യണം? ചേച്ചിക്ക് പൈസ കൊടുക്കണ്ടേ? ഇതേത് പൈസ? അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, കമ്മല് പണയം വെക്കാൻ വേണ്ടിട്ട് സുൽച്ചേച്ചിക്ക് 4000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത്. പൈസ വല്ലതും ഉണ്ടാ? എന്റെ കയ്യിലൊരു 1000 രൂപ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ചേച്ചി തൽക്കാലം ഇതും കൊണ്ട് പോ. എന്നിട്ട് റൊണാൾഡോ വരുമ്പോ ഞാൻ പൈസ തരാം. അല്ല, അത് അവന് കിട്ടൂലല്ലോ, അത് പണയം വെച്ചാ. അത് കിട്ടണ്ടല്ലോ, സ്വർണ്ണക്കമ്മൽ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടുപോയി ഞാനിപ്പോ പണയം വെച്ചിട്ട് ചേച്ചിക്ക് അയക്കാം കേട്ടാ. സമാധാനത്തിൽ പോ. ശരി എന്നാ. എന്തൊരവസ്ഥയാണ് എന്റെ ലില്ലി. തലവേദന എടുത്തിട്ട് പയ്യനെ എന്ത് ചെയ്യും? ശശിയണ്ണൻ. അയാൾക്കും കൊടുക്കാനുണ്ടോ പൈസ? അയാൾക്ക് ഞാൻ കെട്ടിയും. അയാൾക്ക് പൈസ കൊടുക്കാനല്ല, ഇന്ന് പഞ്ചായത്തിൽ കൊട വിതരണമല്ലേ? കൊട വിതരണത്തിന്റെ ഉദ്ഘാടനം ഞാനല്ലേ? അവിടെയാണെങ്കിൽ കൊടയെ മാറിപ്പോയി. എന്റെ ചേച്ചിക്ക് അപ്പൊ എന്തായാലും അവിടെ പോണായിരുന്നല്ല. അപ്പൊ ഈ കമ്മലി എടുത്തോട് പോയിട്ട് ചേച്ചിക്ക് അത് പണയം വെച്ചാ പോരായിരുന്നു? അതെങ്ങനെ ശരിയാവില്ല? നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണേ. എന്താ, ഞാനൊരു മെമ്പർ അല്ലേ? ഈ ഇച്ചിരില്ലാത്ത 2 ജിമിക്ക് അത് കാതെ കിടന്ന് പറിച്ച് കമ്മല് പണയം വെക്കാൻ കൊണ്ടു ചെന്ന് എനിക്കത് നാണക്കേടല്ലേ? അപ്പൊ ഇപ്പൊ ഒരു നാണക്കേടും ഇല്ലേ? എന്താ നാണക്കേട്? റൊണാൾഡോ അച്ഛൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് മുക്കുകൊണ്ടാന്ന് അറിയത്തില്ലേ? അപ്പൊ എന്തായാലും പോലീസ് പിടിക്കും. അപ്പൊ റൊണാൾഡോ അച്ഛൻ ആരുടെ പേര് പറയും? തങ്കക്ലീറ്റസിന്റെ കമ്മലാന്ന് പറയും. അപ്പൊ ഒരു നാണക്കേടും ഇല്ലേ? ഇടി ഒന്ന് വെറുതെ ഇരിയടി. നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത്? ചേച്ചി, മനസ്സാ വാച കർമ്മണം അറിയാത്ത ഒരു പാവത്തിനാണ് ഇപ്പൊ പോലീസ് പിടിക്കാൻ പോണത്. അതിനാരും സമാധാനം പറയും? നീ കനകനെ ഒന്ന് വിളിച്ചു പറഞ്ഞു. വേണ്ട, തനിയെ കയ്യിൽ ഫോണിൽ പോണ്ടല്ലോ, തനിയെ വിളിച്ചു പറയടി രല്ലി. ഞാൻ എന്ത് പറയാനാണ്? ക്ലീറ്റോ വിളിക്കുന്നത്. ക്ലീറ്റോസിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞില്ല. മിണ്ടണ്ട. ഹലോ ക്ലീറ്റോ. ആണോ? അയ്യോ, ശരി. എന്താണ്? എടി, അൻസാറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റൊണാൾഡിനെ പോലീസ് ജീപ്പിൽ ഇരുത്തി കൊണ്ടുപോകണമെന്ന്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ നാക്ക് വായിലോട്ട് ഇട്ടല്ലേ. നിന്റെ നാക്കിന്റെയാണ് ഈ ചേച്ചിന്. എന്റെ നാക്കപ്പ ചേച്ചി കാണിക്കുന്നതല്ല. അയ്യോ, ക്ലീറ്റോ കനകനെ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറയുന്നു. അപ്പൊ ഏട്ടനല്ലേ അറസ്റ്റ് ചെയ്തത്? അതെങ്ങനെ അറിയണത്? എനിക്കറിയാമോ. അത് ക്ലീറ്റോ വിളിച്ചിട്ട് എടുക്കണില്ല എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ചേച്ചി ഒന്ന് വിളിച്ചു നോക്കേട്ടനെ. എടി, നീ ഒന്ന് വിളിക്കടില്ലേ? എനിക്കിപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. സത്യമായിട്ടും എനിക്ക് തലയൊക്കെ എന്തായി പോണ്. നീ ഒന്ന് വിളിച്ചേ. ഞാൻ വിളിച്ചിട്ട് എന്ത് പറയാനാ ചേച്ചി? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. പേരെന്താ? അനിൽ പ്രകാശ്. അനിൽ പ്രകാശ്. എവിടെ വീട്? മൻപ്ലേസ്.
ഈ കുറെ നാളുകൊണ്ട് ശല്യമുണ്ടോ? അതെ സാർ, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ വഴിയിൽ നിൽക്കുക, പൂ തരിക, ഇഷ്ടമാണെന്ന് പറയാ. പൂവോ? ആ, പൂവാലൻ. എത്ര വയസ്സായി? 55 വയസ്സായി സാർ. 55. അതെ സാർ. തന്റെ മോക്ക് എത്ര വയസ്സുണ്ട്? കല്യാണം കഴിച്ചിട്ടില്ല സാർ. കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ പ്രേമാഭ്യർത്ഥന അല്ല, വിവാഹാലോചനയാണ് അല്ലേ? അതെ സാർ, ഒറ്റയ്ക്ക് ജീവിച്ച മടുത്തു. അപ്പൊ ഒരു കൂട്ടുകൊണ്ടോ തോന്നി? അത് തെറ്റല്ല. അല്ല, അപ്പൊ പ്രായത്തിന് പറ്റി നോക്കണതല്ലേ നല്ലത്. അത് ന്യായം, അത് ന്യായം. ചെറിയ കുട്ടിയല്ലേ, നമുക്ക് പ്രായത്തിനനുസരിച്ച് ഒരാളെ പോരെ. ശരി സാർ. ഞങ്ങൾ അറേഞ്ച് ചെയ്ത പോലെ ഇതിനെ വിട്ടേക്ക് തോന്നുന്നു. ചെറിയ കുട്ടി. ശരി ശരി സാർ. അപ്പൊ വേറെ ആലോചിക്കാം. ഓ ശരി. പോണോ? ഇപ്പൊ പോകാൻ പറ്റില്ല, കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കുട്ടിയുടെ പരാതി എഴുതാൻ മണവാൾ അവിടെ നിൽക്കണേ. എന്നേ ആ ശരി. ജീപ്പാരുണ്ടോ ഇത്? വേണു സാറ് ജീപ്പായിട്ട് പോയി സാറ്. എന്താ പ്രശ്നം? സാറേ വണ്ടി ചെക്ക് ചെയ്യായിരുന്നു. ഹെൽമെറ്റ് ചെക്ക് ഇല്ലാതൊന്നും കൈ കാണിച്ച് നിർത്തി. എത്തിയപ്പോൾ പുള്ളി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ കഴിച്ചില്ല. ഞാൻ ഇന്നലെ അത് പോട്ടെ, തങ്കത്തിന്റെ കമ്മലെത്തിയത് അത് പണയം വെക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഇവരെന്നെ തപ്പിയില്ലേ? ഇന്നത്തെ ദിവസം ഞാൻ കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി കഴിച്ചെന്റെ മണം കുളിക്കാതെ. നീ വേഗം വീട്ടിൽ ചെല്ലാൻ നോക്ക്. അല്ല, ഞാൻ ഇത് പണയം വെച്ചിട്ടെങ്കിൽ പണയം വെക്കണ്ടെന്ന്. വെച്ചില്ല, തങ്ങഞ്ഞെടുത്ത് അവിടെ നിന്നെ കാത്തിരിക്കുക. നീ പണം വെക്കണ്ട, നീ വേഗം ചെല്ലാൻ നോക്ക്. വെക്കണ്ടേ? പോ. അല്ല, ഇവിടുത്തെ കർത്താവേ,